എല്ലാവർക്കും ലേണിംഗ് ട്രീയിലേക്ക് സ്വാഗതം. ഇപ്പൊ നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാന്ന് വിചാരിച്ചിട്ടാണ്. ഇംഗ്ലീഷിന്റെ ആണ് നമുക്ക് പേപ്പർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇംഗ്ലീഷാണ് നമുക്ക് തുടങ്ങിയിരിക്കുന്നത്. മലയാളം ഉണ്ടാവും വിചാരിക്കുന്നു, ഇന്ന് ഉണ്ടായിട്ടുണ്ടാവും. എനിക്ക് ഇംഗ്ലീഷ് പേപ്പറാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഓരോ പരീക്ഷയും ബാച്ചായിട്ടാണ് നടക്കുന്നത്, അതറിയാലോ. അപ്പൊ കുട്ടികളുടെ ഓരോ സമയത്തിനനുസരിച്ചാണ് നടക്കുന്നത്. ഓരോ ബാച്ചും നമുക്ക് ഡിഫറെന്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അത് നിങ്ങൾ ഓർക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുണ്ട്. വളരെ ഈസി ആയിട്ട് പാസ്സാവുന്ന പേപ്പർ തന്നെയാണ് കേട്ടോ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ പേപ്പർ ഇത് മാത്രമല്ല, ബാച്ചിലുള്ള വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും. അപ്പൊ ഞാൻ ഒരു പേപ്പർ കിട്ടിയപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എല്ലാവർക്കും അറിയാലോ, പുതിയ കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് തയ്യാറായിരിക്കുന്ന കുട്ടികളുണ്ടാവും അല്ലെ നാളത്തേക്ക്. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ക്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ എന്താണ്, സോഫ്റ്റ്വെയറിലാണ് നിങ്ങൾക്ക് സ്പീഡ് തരുന്നത്. മുന്നേ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, സോഫ്റ്റ്വെയറിലാണ് പരീക്ഷ നടക്കുന്നത്. ഏത് ഫസ്റ്റ് പേപ്പർ കേട്ടോ. ഫസ്റ്റ് പേപ്പർ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല വൃത്തിയായി ഏക്കറസിയോടുകൂടി പതുക്കെ സ്ലോവിൽ തന്നെ രണ്ട് സെന്റൻസ് നമ്മൾ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ 2 വരി അടിക്കുക. 2 വരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്ലോ അല്ല, കുറച്ച് 2 വരിയായിട്ട് തെറ്റാതെ അടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സ്പീഡപ്പ് ആയിട്ട് വേഗം ചെയ്യുക. ഏക്രസി കൂട്ടാനുള്ള മാർഗമാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ കുറെ കമന്റിൽ അറിയിച്ചിരുന്നു, കോമ കഴിഞ്ഞിട്ട് എത്ര സ്പേസ് അടിക്കണം, ഡോട്ട് കഴിഞ്ഞിട്ട് എത്ര സ്പേസ് അടിക്കും. ഇപ്പോഴും പറയുകയാണ്, ഓരോ വേർഡ് കഴിഞ്ഞതിന് ശേഷം ഓരോ സ്പേസ് മാത്രമേ നമുക്ക് അടിക്കേണ്ടതുള്ളൂ കേട്ടോ. 2 സ്പേസ് ഒന്നും അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, നാളെ പരീക്ഷയുള്ളവർക്കായിട്ട് കുറച്ച് ടിപ്സ് ആയിട്ട് ഞാൻ വന്നിരിക്കും. നാളെ അല്ല, നെക്സ്റ്റ് ദിവസങ്ങളായിട്ട് എന്താ പറയാ, ഇതിന്റെ കമ്പ്യൂട്ടറിന്റെ പരീക്ഷ നടക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സ് ആണ് കേട്ടോ. എല്ലാവരും ഇത് നോക്കിയിട്ട് തന്നെ പരീക്ഷയ്ക്ക് പോകണം. സ്പീഡിന്റെയാണ് ഞാനിപ്പോ പറഞ്ഞു തരാൻ പോകുന്നത്. സ്പീഡിന്റെ ഈ ഒരു 3 പാരഗ്രാഫ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 3 പാരഗ്രാഫ് ആയിട്ട്, 3 പാരഗ്രാഫിൽ 2 പാരഗ്രാഫ് നല്ല കൃത്യമായിട്ട് ആക്യുറസിയോടുകൂടി നിങ്ങൾ ചെയ്യുക. 3ാമത്തെ പാരഗ്രാഫ് എത്തുമ്പോൾ കുറച്ചുകൂടി ഒന്ന് നല്ലതായിട്ട് ചെയ്താൽ മതി, കുഴപ്പമില്ല. അപ്പൊ എല്ലാതും തെറ്റിച്ചിട്ട് നമ്മൾ ചെയ്ത് ഏറ്റവും ലാസ്റ്റിലേക്ക് എത്തിക്കണ്ട. എങ്ങനെയാ പറഞ്ഞത്, വേഗം ചെയ്തിട്ട് ലാസ്റ്റ് വരെ എത്തി എന്ന് പറഞ്ഞിട്ട് സന്തോഷമായിട്ടിരിക്കേണ്ട കാര്യമില്ല. കാരണം ആക്യുറസി നല്ലോണം വേണം. ജസ്റ്റ് വെറുതെ ഓടിപ്പോയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നിങ്ങൾ ആക്യുറസിയോട് കൂടെ തെറ്റാതെ, കുറച്ചൊക്കെ തെറ്റിപ്പോട്ടെ കുഴപ്പമില്ല, തെറ്റാതെ കറക്റ്റായിട്ട് പോവുക. ഓക്കെ, ഈ ഒരു സ്പീഡ് പേപ്പറിൽ കുറച്ച് കൂടുതലുള്ളത് ക്യാപിറ്റൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഓരോ വേർഡിന്റെയും ഫസ്റ്റ് സെക്ഷൻ ക്യാപിറ്റൽ, അത് നിങ്ങൾ മറക്കരുത്. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് തന്നെ കറക്റ്റായിട്ട് അടിക്കാൻ ശ്രമിക്കുക. സ്മോൾ ലെറ്റർ അടിക്കാതെ ക്യാപിറ്റൽ തന്നെ അടിക്കുക. എല്ലാതും ഇതുപോലെ പറഞ്ഞ് തന്നെ അടിക്കുക, എന്നാൽ മാത്രമേ ആക്യുറസി കിട്ടുള്ളൂ കേട്ടോ. ഈ ക്യാപിറ്റൽ ആണെങ്കിൽ സ്മോൾ ലെറ്റർ അടിക്കരുത്. കുറെ കുട്ടികൾ ചെയ്യുന്നത് കാണാറുണ്ട് കേട്ടോ. എങ്ങനെയെന്നറിയോ, ഓരോ വേർഡ് കഴിയുമ്പോഴും ക്യാപ്സ് ലോക്ക് ഓൺ ആക്കും. അത് ചെയ്യണ്ട. ക്യാപ്സ് ലോക്ക് ഓൺ ആക്കിയിട്ട് പിന്നെ വീണ്ടും ക്യാപ്സ് ലോക്ക് ഓഫ് ആയിട്ട് ഞാൻ കാണാറുണ്ട്. ക്യാപ്സ് ലോക്ക് ഓഫ് ആക്കിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നേരെ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ റിസ്ക് ആണ്. കുറെ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രം, ഒരു 3-4 പേര് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ ക്യാപ്സ് ലോക്ക് ഓൺ ആക്കിയിടാൻ പാടുള്ളൂ. അത് നിങ്ങൾ ഓർക്കണം കേട്ടോ. ക്ലിയർ ആയില്ലേ? എന്താണ്, ഓരോ വേർഡിന്റെയും അക്ഷരം ക്യാപിറ്റൽ ആണ് കൂടുതലും കൊടുത്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓരോ വേർഡിന്റെയും അക്ഷരം ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ തന്നെ കൊടുക്കണം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ഒരു ലെറ്റർ ആണ് വിചാരിക്കുക. ആ ലെറ്ററിന്റെ ഫസ്റ്റ് അക്ഷരം ക്യാപിറ്റൽ വേണം. എന്ത് ചെയ്യണം, നിങ്ങൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട്, പ്രസ് ചെയ്ത് പിടിക്കണം കേട്ടോ. കുറെ കുട്ടികൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട്, പ്രസ് അധികം ചെയ്യാതെ വെറുതെ ക്ലിക്ക് ചെയ്തിട്ട് അപ്പൊ തന്നെ എടുക്കും. അപ്പൊ തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയാ, ഈ ഒരു ഓരോ അക്ഷരം നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന അക്ഷരം അല്ലെ, അക്ഷരം മുകളിലേക്ക് പോയി കിടക്കും. അപ്പൊ അത് തെറ്റായിട്ട് കണക്കാക്കും. അപ്പോൾ ടൈപ്പ് റൈറ്റിംഗിലാണ് കൂടുതൽ ഉണ്ടാവുക. എന്നാലും ഞാൻ പറയുകയാണ്, ഷിഫ്റ്റ് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ. ക്ലിയർ? അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ക്യാപിറ്റൽ ലെറ്റർ അടിക്കാനായിട്ട്. കുറെ ക്യാപ്സ് ലോക്ക്, കുറെ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ ക്യാപ്സ് ലോക്ക് ഓൺ ആക്കാൻ പാടുള്ളൂ. അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും കേട്ടോ. കുറച്ച് കുട്ടികൾ ചോദിക്കാറുണ്ട് ഇതുപോലത്തെ ഡൗട്ട്സ്. ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലെ, സ്പീഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് നാളെ ഹാളിലേക്ക് കടക്കുമ്പോഴുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കുക അല്ലെ, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. സോഫ്റ്റ്വെയറിൽ അവർ ടൈപ്പ് ചെയ്യാൻ തരില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുക. അത് നിങ്ങളോട് പറയുന്നതായിരിക്കും, വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കേട്ടോ. അപ്പൊ നിങ്ങൾ ടൈപ്പ് ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സോഫ്റ്റ്വെയർ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെ,
ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് വരി 3 വരിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ടോപ്പിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് ടോപ്പിൽ കേട്ടോ ഒന്ന് നോക്കുക, സ്കോർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ സ്കോർ 40 എബവ് ആണെങ്കിൽ അത് പാസ്ഡ് ആണ് ശരിക്കും. അങ്ങനെയാണ് അത്. പക്ഷെ ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. 40 എബവ് അല്ലെങ്കിൽ 45, 43 അങ്ങനെയൊക്കെ വരില്ല. 40 എബവ് ആണെങ്കിൽ അത് പാസ്ഡ് ആണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 2 പാരഗ്രാഫാണ്. 2 പാരഗ്രാഫും കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ടൈപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നല്ല കോൺഫിഡൻറ്റോട് കൂടി കറക്റ്റായിട്ട് ഏക്രോസിയോട് ടൈപ്പ് ചെയ്യുക. ഒരു 3ാമത്തെ പാരഗ്രാഫ് എത്തുമ്പോഴേക്കും പകുതിയോടെ എത്തുമ്പോഴേക്കും നിങ്ങൾ പാസ് തന്നെയാണ്. അപ്പോൾ സ്കോർ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നിങ്ങൾ പോയിടുക. ഓക്കെ, സ്കോർ അറിയാലോ, ഏറ്റവും ടോപ്പിലായിട്ട് ഏറ്റവും മുകളിലായിട്ടുണ്ടാകും നിങ്ങളുടെ സ്കോർ ഉണ്ടാവും. ചിലപ്പോൾ 70 ആയിരിക്കും, ചിലപ്പോൾ 65 ആയിരിക്കും. 40 എബവ് ആണെങ്കിൽ അത് പാസ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി സെക്കൻഡ് പേപ്പറിനെ കുറിച്ചാണ് പറയുന്നത്. സെക്കൻഡ് പേപ്പർ ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ വളരെ ഈസിയാണ് കേട്ടോ, വളരെ ഈസിയാണ്. പിന്നെ ഒരു കാര്യം, തെറ്റിക്കാനുള്ളൊരു കാര്യം പറയാം. ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പെട്ടെന്ന് തെറ്റുന്നത് ഞാൻ പറയാം. ഷേപ്പ് സ്റ്റൂളിൽ 4 ഷേപ്പ് സ്റ്റൂളെങ്കിലും വന്നിട്ടുണ്ടോ? എന്താണ് 4 ഷേപ്പ് സ്റ്റൂളെങ്കിലും വന്നിട്ടുണ്ടാവും. ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 1ഓ 2ഓ ഉണ്ടാവുള്ളൂ അല്ലെ ഷേപ്പ് സ്റ്റൂൾ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് സ്റ്റൂൾ ഇടുകയാണെങ്കിൽ ആക്യുറസി കൂടും. ഓക്കെ, എല്ലാം നിങ്ങൾക്ക് ആ ഷേപ്സ് ടൂള് കിട്ടിയില്ലായിരുന്നുണ്ടെങ്കിൽ വേറൊരു ഷേപ്പ് സ്റ്റൂള് ഇട്ടിട്ട് നിങ്ങൾ ചെയ്തോളൂ, കുഴപ്പമില്ല. ഒന്നുമില്ലാതെ ടൈപ്പ് ചെയ്യാതിരിക്കരുത്. ഏതെങ്കിലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന ഷേപ്പ് സ്റ്റൂൾ നമ്മൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെ, ഇൻസെർട്ട് മെനുവിലെ ഷേപ്പ് സ്റ്റൂൾ ക്ലിയർ. ഇൻസെർട്ട് മെനുവില് ഷേപ്പ് സ്റ്റൂൾ എടുത്തിട്ട് അതിനുള്ളിൽ നമുക്ക് തന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെ, നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താ വേണ്ടത്, ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഷേപ്പ് സ്റ്റൂൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേറൊരു റെക്ടാങ്കിളോ എലിപ്സോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വേറൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് നല്ല കുറച്ചെങ്കിലും മാർക്ക് കിട്ടുന്നതായിരിക്കും. ചില ഷേപ്പ് സ്റ്റൂളൊന്നും നമുക്ക് പ്രത്യേകിച്ചും കിട്ടുന്നില്ല കേട്ടോ. അത് ഒരുപാട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഈ ഷേപ്പ് സ്റ്റൂള് കിട്ടാനായിട്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് ഷേപ്പ് സ്റ്റൂളിൽ തന്നെ ആക്യുറസി കുറയുന്നതായിരിക്കും. അതുകൊണ്ട് ഷേപ്പ് സ്റ്റൂളിലുള്ള എല്ലാ ഷേപ്പ് സ്റ്റൂളും ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയിട്ട് പോകണം. ഇന്ന് തന്നെ നിങ്ങൾ സിസ്റ്റത്തിൽ ഇരുന്നിട്ട് ആ സിസ്റ്റത്തിലെ ഷേപ്പ് സ്റ്റൂളുകൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയിട്ട് പോവുക. ഈ ഒരു ഷേപ്പ് സ്റ്റൂൾ ഇവിടെ നിന്ന് തന്നെ കിട്ടും എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് പോവുക. ഓക്കെ, പിന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സെക്കൻഡ് പേപ്പറിൽ വരുന്നത് ഷേപ്പ് സ്റ്റൂളിന്റെ ഉള്ളിൽ സിമ്പൽ ഉണ്ട് അല്ലെ, സിമ്പൽ. ആ സിമ്പൽ അത് തന്നെ എടുത്തിടാനായിട്ട് ഒരുപാട് കുട്ടികൾ നേരം വൈകിക്കുന്നുണ്ട്. അപ്പോൾ 20 മിനിറ്റ് എന്നുള്ളത് അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും, നമ്മുടെ ഒന്നും കഴിയില്ല, സെറ്റ് ചെയ്ത് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറയുകയാണ്, നമ്മുടെ സിമ്പൽ എടുത്തിടുമ്പോൾ ഏത് സിമ്പൽ ആയിക്കോട്ടെ, ഏത് സിമ്പൽ ആയാലും കുഴപ്പമില്ല, ഒരു 5ഓ 4ഓ സിമ്പിൾസ് എടുത്തെടുക്കുക. ഓക്കെ, 5ഓ 4ഓ സിമ്പിൾസ് എടുത്തെടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നാളെയും അതിന്റെ പിറ്റുന്നയൊക്കെ പരീക്ഷയ്ക്കായിട്ടുള്ള തയ്യാറെടുത്ത കുട്ടികൾക്കുള്ള ടിപ്സ് ആണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആക്യുറസി കൂടുന്നതായിരിക്കും, നല്ല മാർക്കോട് കൂടി പാസ്സാവാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു വർഷം നിങ്ങളെ പോയി അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. വളരെ സ്പീഡുള്ള കുട്ടികൾക്ക് ഭയങ്കര സ്പീഡിൽ ചെയ്യരുത്, നന്നായിട്ട് ആക്യുറസിയോട് കൂടി തന്നെ ചെയ്യുക കേട്ടോ. ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, എന്നാലും നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയും. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ 9633 655 795.